ഹായ് ഡിയർ മക്കൾസ്, വെൽക്കം ടു എജ്യുപോർട്ട്. ഇറ്റ്സ് മീ അസ്ലം. മക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ 8ാം ക്ലാസ്സിലെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്റർ കുറഞ്ഞ ടൈം കൊണ്ട് നമുക്കൊന്ന് സെറ്റ് ആക്കാം അല്ലേ. അപ്പോൾ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നോക്കില്ലേടാ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുള്ളത് ആദ്യം നമുക്ക് നോക്കല്ലേ. അപ്പോൾ നമുക്ക് അതിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്റർ ടോപ്പിക്ക് പഠിക്കാനുള്ളത് ആദ്യം മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസുകളാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എന്തൊക്കെയാടാ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ്? ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, സൊണോറിറ്റി, മെറ്റാലിക് ലസ്റ്റർ, ഹാർഡ്നെസ്. അതായത് മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, വൈദ്യുത ചാലകത, താപചാലകത, സൊണോറിറ്റി, ലോഹഗതി, കാഠിന്യം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പകുതി മുക്കാലും പറയുന്നത്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പകുതി. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ക്ലാസ്സിന്റെ ഓരോ ചാപ്റ്ററിലോട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇതിലുള്ള എക്സാമ്പിൾസും അടക്കി അസ്ലം സർ പറയാൻ പോവാണ്. നോക്കിക്കോ. മാലിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? മെറ്റൽസിന് എന്ത് ചെയ്യാണ്? അടിച്ചു പരത്തുകയാണ്. മെറ്റൽസ് ക്യാൻ ബി ഹാമേർഡ്. അതിന് എന്ത് ചെയ്യാണ്? അടിച്ചു പരത്തുകയാണ് അല്ലേ. അപ്പോൾ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറക്കുന്ന അല്ലെങ്കിൽ തകിടുകളാക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? മാലിബിലിറ്റി എന്ന് വിളിക്കുക. അപ്പൊ മാലിബിലിറ്റിന്റെ എക്സാമ്പിന് ചോദിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് ഗോൾഡ് എന്ന് പറഞ്ഞത്. ഗോൾഡ് എന്ന് പറയുമ്പോഴാ സ്വർണം. മാലിബിലിറ്റിയുടെയും ഡക്റ്റിലിറ്റിയുടെയും രണ്ടുപേരുടെയും എക്സാമ്പിൾ ആണ് ആരടാ? ഗോൾഡ്. അപ്പൊ മറക്കണ്ട, മാലിബിലിറ്റിയും ഡക്റ്റിലിറ്റിയും ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്ന് തന്നെ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ മക്കൾ എഴുതി കൊടുക്കണം, ഗോൾഡിനാണ്. അപ്പൊ സാർ എന്താണ് ഈ ഡക്റ്റിലിറ്റി? മക്കളെ, ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ മെറ്റൽസ് ക്യാൻ ബി തിൻ വയേഴ്സ്. ലോഹങ്ങളെ വലിച്ചു നീട്ടി തകിടുകളാക്കുക, അല്ലെങ്കിൽ വലിച്ചു നീട്ടി കമ്പികളാക്കുക. തകിടുകളാക്കുന്നത് മാലിബിലിറ്റി, കമ്പികളാക്കുന്നത് ഡക്റ്റിലിറ്റി. മറക്കണ്ട. അപ്പോൾ മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ എന്ത് ചെയ്യാണ്? ഹാമേർഡ് ചെയ്യാണ്, അടിച്ചു പരത്തുകയാണ്. ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ തിൻ ഫൈൻ വയേഴ്സ്. അതിനെന്താക്കടാ? കമ്പികളാക്കി മാറ്റുകയാണ്. വലിച്ചു നീട്ടുന്നത് ഡക്റ്റിലിറ്റി ആണെങ്കിൽ അടിച്ചു പരത്തുന്നത് മാലിബിലിറ്റി ആണ്. മറന്നു പോരുത്. രണ്ടുപേരുടെയും എക്സാമ്പിൾ ആരാടാ? ഗോൾഡ് ആണ്. പിന്നെയാണ് നമുക്ക് എന്ത് കൊടുക്കാം? പ്ലാറ്റിനം, അതൊക്കെ കൊടുക്കാം. പിന്നെ ഇതിന്ന് ഡക്റ്റിലിറ്റിക്ക് ഒരു ഉദാഹരണമാണ് നമ്മുടെ ബൾബിലെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ആരെ എക്സാമിന് ചോദിക്കാറുണ്ട്? ടങ്സ്റ്റൺ ആണ് കേട്ടോ. അപ്പൊ അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഡക്റ്റിലിറ്റിയുടെ എക്സാമ്പിൾ ആണ്. അപ്പൊ മാലിബിലിറ്റിയുടെ എക്സാമ്പിളുകൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്താണ്? ഗോൾഡ് ആണ്. അത് ഇനിയിപ്പോൾ അലൂമിനിയം ഫോയിലൊക്കെ കൊടുക്കാം. അലൂമിനിയം ഫോയിൽ, ഗോൾഡൊക്കെ അതിന്റെ എക്സാമ്പിളാണ്. ഡക്റ്റിലിറ്റിയുടെ എക്സാമ്പിൾ ഗോൾഡ് തന്നെയാണ്. പിന്നെ ടങ്സ്റ്റൺ, പ്ലാറ്റിനം ഒക്കെ കൊടുക്കാം. ഇനി എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി? മെറ്റൽസിന് എന്ത് കടത്തി വിടാനുള്ള കഴിവുണ്ട്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ വൈദ്യുത ചാലകത എന്ന് പറഞ്ഞത്. ഓക്കെ, മെറ്റൽസ് ക്യാൻ ബി പാസ്ഡ് ഇലക്ട്രിസിറ്റി. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അതിന്റെ മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും തെർമൽ കണ്ടക്ടിവിറ്റിയും മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് മറ്റാരുമല്ല, സിൽവർ ആണ് മക്കളെ. സിൽവറിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ AG ആണ്. മറന്നു പോകരുത്. വാട്ട് ഈസ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് എൻ്റെ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ മെറ്റൽസിന് എന്ത് പാസ് ചെയ്യാനുള്ള കഴിവുണ്ടടാ? ഹീറ്റ്, ഇറ്റ് വാൻ ബി, അല്ലെങ്കിൽ അവർക്ക് എന്ത് പാസ് ചെയ്യാനുള്ള കഴിവുണ്ട്? താപം കടത്തി വിടാനുള്ള കഴിവുണ്ട്. ഈ ഒരു കഴിവിനെയാണ് എന്ത് വിളിക്കുക? തെർമൽ കണ്ടക്ടിവിറ്റി. എന്താണ് വിളിക്കുക? തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെയും തെർമൽ കണ്ടക്ടിവിറ്റിയുടെയും എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എഴുതി കൊടുക്കേണ്ടതാണ് സിൽവർ. അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞത് മാലിബിലിറ്റിയും ഡക്റ്റിലിറ്റിയാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും തെർമൽ കണ്ടക്ടിവിറ്റിയും ആർക്കുമല്ല, സിൽവറിനാണ്. പഠിച്ച് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. ഇനി സൊണോറിറ്റി. മക്കളെ, സൊണോറിറ്റി എന്ന് പറയുമ്പോൾ മെറ്റൽസിന് എന്ത് പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്? സൗണ്ട് പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. മെറ്റൽസിന് എന്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് വിളിക്കുക? സൊണോറിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ലാസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് എക്സാമിന് വരുന്ന രീതിയിലൊന്ന് പറയാം. ഒക്കെ ലൈവിൽ നമ്മളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ചാപ്റ്ററിൽ സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മക്കൾ മറക്കേണ്ട സൊണോറിറ്റിയാണ്. പിന്നെന്താണ്? മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുമ്പോൾ മെറ്റൽസിന് എന്തുണ്ട്? ഷൈനിങ് ഉണ്ട്, തിളക്കമുണ്ട് അല്ലേ. അപ്പോൾ ഒരു മെറ്റൽസിനെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ന്യൂ സർഫസ് ഉണ്ടാവും. ആ ന്യൂ സർഫസിനൊക്കെ നല്ല ഷൈനിങ് ഉണ്ടാവും. അതൊക്കെയാണ് അവിടെ പറഞ്ഞത്. പിന്നെന്താടാ? ഹാർഡ്നെസ്. മെറ്റൽസിന് എന്തുണ്ട്? ഹാർഡ്നെസ് ഉണ്ട്. ഹാർഡായിട്ടുള്ള മെറ്റൽസ് ഉണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ഉണ്ട്. ഇപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ് സോഫ്റ്റ് മെറ്റൽസിന്റെ എക്സാമ്പിൾ, അതായത് മൃദുവായിട്ടുള്ള എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ സോഡിയം, പൊട്ടാസ്യം, ഒക്കെ പൊട്ടാസ്യം അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. കാൽഷ്യം, അതൊക്കെ സോഫ്റ്റ് മെറ്റലിലാണ് പെടുക. ലിഥിയം ഒക്കെ.
നമുക്ക് ഹാർഡ് മെറ്റൽസിന് കൊടുക്കുകയാണെങ്കിൽ ഹാർഡ് മെറ്റൽസ് പറയുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഹാർഡ് മെറ്റൽസിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ കാഠിന്യമുള്ളത് അയൺ കൊടുക്കാം, അതുപോലെ തന്നെ ഗോൾഡ് കൊടുക്കാം, അതുപോലെ തന്നെ സിൽവർ ഒക്കെ കൊടുക്കാം. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ, മറക്കണ്ട. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ചില സന്ദർഭങ്ങൾ തരും. ഈ സന്ദർഭങ്ങൾ വെച്ചിട്ട് ഇത് മാലബിലിറ്റി ആണോ ഡക്റ്റിലിറ്റി ആണോ ഒക്കെ ചോദിക്കും. സെറ്റാക്കുക. ഇതാണ് നമ്മളെ ചാപ്റ്ററിന്റെ പകുതി മുക്കാലും പറയുന്നത്. അപ്പോൾ ഇത് സെറ്റാക്കി പോവുക. അപ്പോൾ എക്സാമ്പിളുകൾ അടക്കി പഠിച്ചു പോവുക. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ, ചാപ്റ്ററിന്റെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ, ഈ ഒരു ഭാഗം കൂടി പറഞ്ഞ നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞ്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നോൺ മെറ്റൽസിനെ കുറിച്ചാണ്. റിയാക്ഷൻ ഓഫ് മെറ്റൽസ് ഇൻ അറ്റ്മോസ്ഫിയർ, എയർ, ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ്, കൊറോഷൻ ഓഫ് മെറ്റൽസ്, എക്സ്പെരിമെന്റ്, മെറ്റൽസ് ഇൻ ഹ്യൂമൻ ബോഡി. അതായത് ലോഹങ്ങൾ, അന്തരീക്ഷമായിട്ടുള്ള പ്രവർത്തനം, അലോഹ ഓക്സൈഡുകൾ, ലോഹനാശനം, മനുഷ്യ ശരീരത്തിലെ ലോഹങ്ങൾ. ഈ ഒരു ടോപ്പിക് കൂടി പറഞ്ഞ നമ്മളെ ചാപ്റ്ററിന്റെ കഴിഞ്ഞു. എന്താണ് നോക്കല്ലേ? എന്താണ് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് അറ്റ്മോസ്ഫിയറിക് എയർ? അതായത് മെറ്റൽസ് എങ്ങാനും എയറുമായിട്ട് റിയാക്ഷൻ നടന്ന, അപ്പോൾ ഒരു ഉദാഹരണം അയൺ എങ്ങാനും എയറുമായിട്ട് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ എയറിൽ ആരൊക്കെ ഉണ്ടടാ? എയറിലുമായിട്ടുള്ള H2O, വാട്ടറോ അല്ലെങ്കിൽ എയറിലുള്ള മോയ്സ്ചറൊക്കെ ആയിട്ട് റിയാക്ഷൻ നടന്നാൽ അയണിന് എന്ത് ചെയ്യും? റിയാക്ഷൻ നടന്നാൽ അതിൻ്റെ കളർ അല്ലെങ്കിൽ റസ്റ്റിംഗ് ഒക്കെ സംഭവിക്കും. അപ്പോൾ അവർ റസ്റ്റിംഗ് സംഭവിക്കാൻ കാരണം ആരുമായിട്ട് റിയാക്ഷൻ നടന്നത് കൊണ്ടാണ്? എയറുമായിട്ട്. അപ്പോൾ മക്കളെ, ഇപ്പോൾ ഒരു ആപ്പിൾ ഞാൻ കട്ട് ചെയ്തെന്ന് കരുതുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ സർഫസ് ഉണ്ടാവും. ആ ന്യൂ സർഫസ് എയറുമായിട്ട് റിയാക്ഷൻ നടന്നാൽ അതിൻ്റെ ഷൈനിങ് എന്താവും? ആ ആപ്പിളിൻ്റെ നിറം കുറച്ച് കഴിയുമ്പോൾ മാറുന്ന കണ്ടിട്ടില്ലേ? അതുപോലെയാണ് മെറ്റൽസിനെ കട്ട് ചെയ്ത് വെച്ചാൽ, സോഡിയത്തിന് ഇതുപോലെ നമ്മൾ എയറിൽ കട്ട് ചെയ്ത് വെച്ചാൽ സോഡിയം പെട്ടെന്ന് എന്ത് ചെയ്യും? ആ കട്ട് ചെയ്ത സർഫസിൽ എന്ത് ചെയ്യും? റിയാക്ഷൻ നടന്നിട്ട് അതിൻ്റെ ഷൈനിങ് എന്താവും? കുറയും. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റിയാക്ട് വിത്ത് എയർ. ആരുമായിട്ട് റിയാക്ഷൻ നടന്നത് കൊണ്ടാ? എയറുമായിട്ട് റിയാക്ഷൻ നടന്നത് കൊണ്ടാ. ക്ലിയർ അല്ലേടാ? പഠിച്ചേക്കണേടാ. നെക്സ്റ്റ് ആണ് ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ്. അതായത് അലോഹ ഓക്സൈഡുകൾ. നിങ്ങൾ മനസ്സിലാക്കുക, മെറ്റാലിക് ഓക്സൈഡ് ഉണ്ട്, നോൺ മെറ്റാലിക് ഓക്സൈഡ് ഉണ്ട്. ഒരുപാട് കുട്ടികൾ എന്നോട് ഡൗട്ട് ചോദിച്ച സംഗതിയാണിത്. മെറ്റാലിക് ഓക്സൈഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ഉണ്ട്. ഇതന്നെ മക്കൾ നന്നായി പഠിച്ചു പോവുക. ഇതും കൂടി പറഞ്ഞാൽ നമ്മളെ ചാപ്റ്റർ സെറ്റായി. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എന്താണ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് എൻ്റെ മക്കൾ നന്നായിട്ട് പഠിച്ചു പോകണം. എന്താണ് മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ? മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഏത് നേച്ചറാണ്? ബേസിക് നേച്ചർ ആയിരിക്കും. നോൺ മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അസിഡിക് നേച്ചർ ആയിക്കാരം. ഓക്കെ, ഒരു ഉദാഹരണം മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടന്നാൽ എന്ത് ഓക്സൈഡ് ആവുക? മെഗ്നീഷ്യം ഓക്സൈഡ് ആവും. ഈ മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞത് ഒരു മെറ്റാലിക് ഓക്സൈഡ് ആണ്. അപ്പോൾ ഇത് ആസിഡ് ആണോ ബേസിക് ആണോ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മെഗ്നീഷ്യം ഓക്സൈഡിലേക്ക് ഞാനൊരു ബ്ലൂ ലിറ്റ്മസോ റെഡ് ലിറ്റ്മസോ വെച്ച് നോക്കുമ്പോൾ അവിടെ ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങൾ മനസ്സിലാക്കുക, ബേസിക് ആണെങ്കിൽ അത് റെഡ് ലിറ്റ്മസിൽ നിന്നും എന്തിലോട്ടാണ് പോവുക? ബ്ലൂവിലോട്ട്. അപ്പോൾ റെഡ് ലിറ്റ്മസിൽ നിന്നും ബ്ലൂവിലോട്ട് പോവുകയാണെങ്കിൽ അവൻ ഏത് നേച്ചറാണ്? ബേസിക് നേച്ചറാണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, ബേസിക് നേച്ചറൊക്കെ കാണിക്കുന്നത് മെറ്റാലിക് ഓക്സൈഡ് ആണ്. എന്നാൽ നോൺ മെറ്റാലിക് എന്ന് പറയുമ്പോൾ അസിഡിക് ക്യാരക്ടറാണ്. ഇപ്പോൾ C+O2 ഗിവ്സ് എന്ത് കിട്ടുടാ? CO2 കിട്ടും. ഈ CO2 എന്ന് പറഞ്ഞത് നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മളെ സോഡാ വാട്ടറിലൊക്കെ അടങ്ങിയിട്ടുള്ള. അപ്പോൾ സോഡാ വാട്ടറിൽ എന്ത് ആസിഡാന്ന് ചോദിക്കുകയാണെങ്കിൽ കാർബോണിക് ആസിഡ് ആണ്. ഇപ്പോൾ സോഡാ വാട്ടറൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മളതിൽ ലിറ്റ്മസ് പേപ്പർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സോഡാ വാട്ടറിൻ്റെ സിമ്പിളാണ് H2CO3, കാർബോണിക് ആസിഡ്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഏത് ആസിഡുകളിലേക്കാണ് പോണത് അല്ലെങ്കിൽ ഏത് നേച്ചറിലേക്കാണ് പോണത്? അസിഡിക് നേച്ചറിലേക്കാണ്. അപ്പോൾ നമ്മളവിടെ ലിറ്റ്മസ് വെക്കുമ്പോൾ അവിടെ ബ്ലൂ ലിറ്റ്മസിൽ നിന്നും അത് എന്തിലോട്ട് പോകും? റെഡിലോട്ട് പോകും. എൻ്റെ മക്കൾ ഇത്ര ആലോചിക്കണ്ടുള്ളൂ, ഇതൊക്കെ പാടെ കൺഫ്യൂഷൻ ആവണ്ട. ബ്ലൂ കണ്ടോ? ബേസിക് ആണ്. ബേസിക് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ഓക്സൈഡ് ആണ്. റെഡ് കണ്ടോ? അത് ആസിഡിക് ആണ്. ആസിഡ് കണ്ടോ? അത് നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണ്. അത്രയേ ഉള്ളൂ പഠിക്കാൻ. വളരെ സിമ്പിളാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വീണ്ടും കണ്ടതിലേക്ക് പോകുമ്പോൾ എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. എയറുമായിട്ടുള്ള റിയാക്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ മക്കൾ മനസ്സിലാക്കുക, ഒരു അയണ് വെക്കുകയാണെങ്കിൽ ഒരു 3 അയണ് വെച്ചിട്ടുണ്ട്. ഈ 3 അയണിലും ഒരു അയണിലേക്ക് എയർ മാത്രമാണ് വരുന്നെങ്കിൽ ഓന് റസ്റ്റ് സംഭവിക്കൂല. ഇതിലേക്ക് വാട്ടർ മാത്രമാണെങ്കിൽ ഓന് എന്ത് സംഭവിക്കൂല? റസ്റ്റിങ് സംഭവിക്കൂല. എന്നാൽ ഈ അയണിലേക്ക് എയറും അതുപോലെ തന്നെ വാട്ടറും ഒരുമിച്ച് വരികയാണെങ്കിൽ ഈ അയൺ എന്ത് സംഭവിക്കും? റസ്റ്റിങ് സംഭവിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അയൺ റസ്റ്റ് പിടിക്കാൻ മെയിനായിട്ടുള്ള കാരണം എയറും വാട്ടറും ഒരുമിച്ച് വരുമ്പോഴാണ്. അല്ലാതെ എയർ മാത്രം അല്ലെങ്കിൽ വാട്ടർ മാത്രം ആകുമ്പോൾ അവിടെ റിയാക്ഷൻ നടക്കൂല. അതാണ് നിങ്ങളെ എക്സ്പെരിമെന്റിൽ പറയാനുള്ളത്. പിന്നെ മെറ്റൽസ് ഇൻ ഹ്യൂമൻ ബോഡി, നമ്മളെ മനുഷ്യ ശരീരത്തിലുള്ള മെറ്റൽസ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അടങ്ങിയിരിക്കുന്ന അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് കാൽഷ്യം എന്ന് പറഞ്ഞത്. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കാൽഷ്യം. അതുപോലെ തന്നെ അയൺ കണ്ടന്റ് ഒക്കെ ഉണ്ട്. നമ്മളെ എല്ലുകളുടെയും പല്ലിനെയൊക്കെ ഉറപ്പ് നൽകുന്നതാണ് കാൽഷ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. വളരെ സിമ്പിൾ അല്ലേടാ? അപ്പോൾ സെറ്റാക്കിയിട്ട് എല്ലാവർക്കും ഈ വീഡിയോ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഫ്രണ്ട്സ് കാണട്ടെ.
ലൈക്ക് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിൻ്റെ ലൈവ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എക്സാമിന് കാണാം. ഉഷാറാക്കണം നമുക്ക്. സെറ്റിലടാ. ഓക്കെ.